ഒറ്റ വാക്കിന് പറയുകയാണെങ്കിൽ ലൈക്ക് എക്സലന്റ്. അതിലൊന്നും വേറൊരു വാക്കിന് പറയാനില്ല. നിങ്ങളെടുത്ത വർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പിന്നെ നമ്മള് പിന്നെ ഒരാളെ ആരാധനയെല്ലാം നോക്കാം. ഡേറ്റ് ഫിക്സ് ആവണതിന് മുന്നേ തന്നെ പറയുന്നുണ്ട് ജസീർക്ക് ഇരിക്കട്ടെ ഞങ്ങളെ ഫാമിലി ആനമങ്ങാടൻ ഫാമിലി കൊടുക്കണ ഒരു കോൺട്രാക്ട് ആണ് ജസീർക്ക്. ഹലോ ഹായ്, ഞാനിന്ന് നമ്മുടെ പട്ടിക്കാട് ചുങ്കത്തുള്ള ആനമങ്ങാടൻ ഫാമിലിയിലാണുള്ളത്. ഇന്നിവിടെ 13ാമത്തെ കല്യാണമാണ് ഞാൻ എടുക്കാൻ പോകുന്ന 13ാമത്തെ കല്യാണം. അപ്പോൾ നമ്മളെ കൂടെ മാനുക്കിയുണ്ട്, അതേപോലെ ബാപ്പുട്ടിയാക്കുണ്ട്. പിന്നെ ബാപ്പുട്ടിയാക്കാൻ്റെ മോളെ റിഷാനിൻ്റെ കല്യാണമാണ് 13 കൊല്ലം മുന്നേ അവളവിടെ നിൽക്കുന്നുണ്ട്. 13 കൊല്ലം മുന്നേ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാനുക്കാൻ്റെ മൂത്ത മോൻ്റെ എടുത്തു. ഇപ്പോൾ ഈ ഫാമിലിയിൽ ഞാൻ ഇന്ന് 13ാമത്തെ കല്യാണമാണ് എടുക്കുന്നത്. ഇപ്പോൾ മാനുക്കാൻ്റെ നാല് മക്കളെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞില്ലേ, ലാസ്റ്റ് കല്യാണമാണ്. അത് പിന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല, ഉണ്ടായില്ല. അപ്പോൾ പിന്നെ മനുക്ക, ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ 13 കൊല്ലം മുന്നേ ഞാൻ ബാപ്പുട്ടിയാക്കാൻ്റെ കല്യാണത്തിന് വന്ന് അറ്റൻഡ് ചെയ്ത്, ഇപ്പോൾ ഇന്ന് 13 കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങളെ ഫാമിലിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫാമിലിയിൽ ഇപ്പോൾ എന്നെങ്ങനെ ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ എന്താണ് കാരണം, അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എന്താണ് കണ്ടത്? അതിപ്പോൾ പിന്നെ ഒരാളൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, അതാണല്ലോ നോക്കുക. തീർച്ചയായും നിങ്ങളെടുത്ത വർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പിന്നെ നമ്മള് പിന്നെ ഒരാളെ ആരാധനയെല്ലാം നോക്കാം. അതന്നെയാണ് അതിന്റെ നമുക്ക് പിന്നെ വളരെ കംഫർട്ടായിട്ട് ഡീൽ ചെയ്യാൻ പറ്റിയ ആളാണ്. അത് വലിപ്പ ചെറുപ്പമല്ലാതെ ഇതിലിപ്പോൾ 13 കൊല്ലം മുമ്പ് തുടങ്ങിയെന്ന് പറഞ്ഞാലും അന്നത്തെ അതേ ഒരു ഇതില് ഇപ്പോഴുണ്ട്. ഉഷാറാണ്. തീർച്ചയായും. അപ്പോൾ ഇനി ഒറ്റക്കൊക്കെ എന്താറല്ല വാട്ടേക്കാണ് ഞാൻ ഇതേമാതിരി എനിക്ക് പട്ടിക്കാട് ചുങ്കത്ത് സ്റ്റുഡിയോ ഉള്ള സമയത്താണ് വാട്ടേക്ക് ഞാൻ ഒപ്പം ഉണ്ടാവും. കാരണം മൂപ്പര് അവിടെ ഇരുന്നു, പിന്നെ നമ്മളെ ഓരോ കിച്ചൺ, അപ്പോൾ മൂപ്പര് അവിടെ പ്രോസസ്സിൻ്റെ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരും. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ സംസാരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് കല്യാണം ഏൽപ്പിക്കണത്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെ ഏട്ടൻ്റെ 5ൻ്റെ ഒക്കെ കൂടെ ആയിട്ട് കല്യാണങ്ങളുടെ ഒരു തിരക്കാണ്. അപ്പോൾ മുകളിൽ ചുങ്കത്ത് ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു ഫാമിലിയിൽ നമ്മളൊരു കല്യാണം വന്ന് അത് ഇങ്ങനെ ലൈഫ് ലോങ് നമ്മളങ്ങനെ ചേർത്ത് പോവുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ആനമങ്ങാട് ഫാമിലി ഒരുപാട് കുട്ടികളെ കല്യാണങ്ങളൊക്കെ വരാണ്ട്, അവിടെയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അതേപോലെ ഉഷാറാക്കിയിട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലേ? ഒട്ടേക്ക നിങ്ങളോ ഹാപ്പി അല്ലേ? എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് അഖില്, റുഫി എന്ന് വിളിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ 26-ാം തീയതി നിക്കാഹായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ റിസപ്ഷൻ ആയിരുന്നു. പിന്നെ ഇവിടെ ഏകദേശം ഒരു 13 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഒരു കല്യാണത്തിൽ ഫാമിലി ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നടന്ന ഒരു 95% കല്യാണങ്ങളും പിന്നെ ക്യാപ്ചർ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ലവ് മാരേജ് ആണ് തോന്നുന്നുണ്ട്. എത്ര വർഷമായി നിങ്ങൾ പരിചയപ്പെട്ടിട്ട്? 4 വർഷമായി. എങ്ങനെയാണ്, എവിടുന്നാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടത്? എവിടുന്നാണ്? എന്റെ എംഎസിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ആ പരിപാടിയുടെ അന്ന് എന്റെ ഫ്രണ്ടിന്റെ ഒപ്പം വന്നതാ. ഓക്കെ. അപ്പോൾ ആരാണ് ഇഷ്ടം ആദ്യം പറഞ്ഞാള്? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ ആദ്യം അന്ന് പരിചയപ്പെട്ടു. പിന്നെ ഒരു 3-4 മാസമൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അങ്ങനെ പോയി. പിന്നെ ഇങ്ങനെ കുറച്ച് കോമൺ ഇത് കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു ദിവസം ഒന്ന് ജസ്റ്റ് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആളുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. ഓക്കെ, ചെറിയൊരു ഇഷ്ടം. അതെ. അപ്പോൾ അത് അറിഞ്ഞ് 4 വർഷമായി. പിന്നെ നിങ്ങൾ ഫാമിലിയിലേക്ക്, നിങ്ങളൊരു ലൈഫിലേക്ക്, അതായത് ഒരു കല്യാണത്തിലേക്ക് എത്താൻ ഫാമിലിയോട് പറഞ്ഞപ്പോൾ ഫാമിലിയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? പ്രതികരണം കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. നല്ല ഫാമിലി ആണെങ്കിൽ നമുക്ക് ഹയർ ആയതാണെങ്കിൽ അടുപ്പിക്കട്ടെ എന്നുള്ളൊരു വർത്താനത്തായിരുന്നു. പടച്ച അടുപ്പിക്കണ ഒരു ഫാമിലി ആണെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു തന്നെ ആയിരുന്നു. അതുപോലെ അൽഹംദുലില്ലാ പടച്ചോൻ ഹയറാക്കി തന്നു, അതുപോലെ കിട്ടും ചെയ്തു. അങ്ങനെ ഒരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ എല്ലാരോടും ചോദിക്കുമ്പോൾ പാവാട് നല്ല കുട്ടിയാട് അതൊക്കെ തന്നെ. ഓക്കെ, എന്താണ് എനിക്ക് പറയുള്ളത്? ഭയങ്കര ആക്റ്റീവാണ് ആള്. എല്ലാരോടും അങ്ങനെ പരിചയക്കുറവൊന്നുമില്ല. ഒരാളെ കണ്ടാ പെട്ടെന്ന് കണ്ടിട്ടുള്ളൂ. ഭയങ്കര ചാടി ചാടി നിൽക്കുന്ന. അതെ അതെ. അപ്പോൾ അതൊരു നല്ല ക്യാരക്ടറായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും. നമുക്കെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ തന്നെയാണ് വേണ്ടത്. എല്ലാം ഓപ്പൺ ആയിട്ട് പറയാം, നമ്മൾ മനസ്സിലൊന്നും വെക്കാതെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അവിടെ കൂടുതൽ സ്നേഹങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പോൾ ക്യാപിറ്റൽ തിയേറ്ററിനെ ഇപ്പം ഇതിലേക്ക് എങ്ങനെ വന്നു എന്ന് ഞാൻ ചോദിക്കണമെങ്കിൽ ഒരു പ്രസക്തി ഇല്ല. കാരണം 13 വർഷം മുന്നേ ഒരു ഇതിലെ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ തന്നെ അവളോട് മാസങ്ങൾക്ക് മുന്നേ ജസീർക്കയാണ് നമ്മുടെ ആള്, ജസീർക്കയാണ് ഇങ്ങനെ ഡേറ്റ് ഫിക്സ് ആവണതിന് മുന്നേ തന്നെ പറയുന്നുണ്ട് ജസീർക്ക് ഇരിക്കട്ടെ ഞങ്ങളെ ഫാമിലി ആനമങ്ങാടൻ ഫാമിലി കൊടുക്കണ ഒരു കോൺട്രാക്ട്
കോൺട്രാക്ട് ആണ് ഒരു ഫാമിലിന്റെ അല്ലെങ്കിൽ ഞാൻ ഭാഗം പ്രൊഫസർ തന്നെയാണ്. ഉണ്ടാക്കുക. എന്താണ് ഇപ്പൊ ഈ ഒരു ഇപ്പോൾ ക്യാപിറ്റൽ തിയേറ്ററിനെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്താണ് ക്യാപിറ്റൽ തിയേറ്റർ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഇയാൾ പുതിയതാണല്ലോ ഇപ്പോൾ ഫാമിലി, എന്താണ് ക്യാപിറ്റൽ തിയേറ്റർ സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ട് തോന്നിയത് നല്ല രീതിയിൽ അറേഞ്ച്മെന്റ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള എന്താ അതിന് പറയാ കോർഡിനേഷൻ കോർഡിനേഷൻ ഉണ്ടായിരുന്നു പ്രോപ്പറായിട്ട്. ആ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ നന്നായി ചെയ്തു, അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് നിങ്ങളുടെ. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു സാധനം പറയുകയാണെങ്കിൽ ഇപ്പൊ അതായത് ക്യാപിറ്റൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വെച്ചു, അതാണ് ഏറ്റവും സ്പെഷ്യൽ. ആ ഒരു എന്താണ് ഡിസ്കംഫർട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇന്നെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെച്ചത് എല്ലാ കാര്യത്തിലും. വളരെ ഡിസ്കംഫർട്ട് ആയിട്ട് നിർബന്ധം നിനക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്തോ എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു. അത് ഐ ആം ഹാപ്പി. നമ്മളെ അങ്ങനത്തെ കമന്റ് കൊടുക്കുള്ളൂ. എന്താ അഖിൽ എന്താ പറയുള്ളത്? തന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ എന്നുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ട്, നമുക്ക് ഒരു പ്രോപ്പർ ടീമുണ്ട്, അതിൻ്റെതായിട്ടുള്ള റിസോഴ്സസ് ഉണ്ട് നമ്മളടുത്ത്. അതിന്റെ ക്വാളിറ്റി നമുക്ക് കിട്ടാറുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഫാമിലിയിലുള്ള എല്ലാതും നമുക്ക് തന്നെ കിട്ടട്ടെ. ഓക്കെ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാനിതിൽ ആദ്യം എത്തിച്ച കപ്പിൾസിനെ ലാസ്റ്റ് വെച്ചിട്ട് ഉപ്പാനോടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കണം എന്നാണ്. പിന്നെ ഉപ്പാനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ ഉപ്പാനോടും അതേമാതിരി നമ്മൾ ഈ ഫാമിലിയിൽ അതേമാതിരി മൂത്താപ്പാനോടൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവരുടെ മൂഡ് അനുസരിച്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാം ഇപ്പോൾ ഞങ്ങൾ ഈ രാവിലെ മുതൽ ഇതുവരെ ക്യാപിറ്റോളിൻ്റെ സർവീസ് കൊണ്ടും ഞങ്ങളുടെ പെരുമാറ്റം കൊണ്ടും എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് കപ്പിൾസുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 13ാമത്തെ വെഡ്ഡിങ് ഒരു ഫാമിലി എടുക്കുമ്പോൾ അത്രയും ആ ഒരു ടൈം പീരീഡിൽ നമ്മളെ കീപ്പ് ചെയ്ത് പോകാന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ തിയേറ്റർ ഇവരെ ഫാമിലി നിന്ന് പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാ സ്ഥലത്തും ഇതേപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു കപ്പിളിനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതാണ് നമ്മുടെ ആരവങ്ങാട് ഫാമിലിത്തെ ഫസ്റ്റ് ബ്രൈഡ്. അപ്പോൾ 13 കൊല്ലം മുന്നേ നമ്മൾ ഈ കല്യാണം എടുത്ത് തുടങ്ങി അങ്ങനെ ഒരു യാത്രയാണ് ക്യാപിറ്റൽ തിയേറ്ററിന്റെ ഒരു യാത്ര. അന്ന് സിറ്റി ഗ്രൂപ്പ് ആയിരുന്നു. സിറ്റി ഗ്രൂപ്പിൽ നിന്ന് പിന്നെ ക്യാപിറ്റൽ തിയേറ്റർ ആയി സിറ്റി ഡിജിറ്റൽ സ്റ്റുഡിയോ. ഫസ്റ്റ് ഞാൻ ഫ്രണ്ട്സിനായിട്ട് ഫോട്ടോ എടുക്കാൻ വന്നു, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ. അന്നാണ് നമ്മൾ പിന്നെ പരിചയം. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുക്കല് കാരണം ഇത് എല്ലായിടത്തും അങ്ങനെ ഫാമിലി ആയിട്ട് അങ്ങനെ പോയി. കഴിഞ്ഞ കല്യാണത്തിന് ഇവള് പിന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് പിന്നെ ഞാൻ 2 പെൺകുട്ടികളാണ് അവൾക്കുള്ളത്. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു, പേടിക്കണ്ട, 3ാമത് വരുന്ന ആൾ ആൺകുട്ടി ആയിക്കാറുന്നുണ്ട്. അപ്പോൾ ഈ അത് വിശ്വസിച്ചിരുന്നു ആൺകുട്ടി ആയിക്കാറുണ്ട് ഇല്ല. എന്നിട്ട് അതായത് പ്രഗ്നൻസി കഴിഞ്ഞ് കുട്ടി ആയേക്ക് എനിക്ക് മെസ്സേജ് വന്നു ഇൻസ്റ്റാഗ്രാമിൽ, ജസ്റ്റ് അങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആൺകുട്ടിയാണ് കേട്ടോ, താങ്ക് യു പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് ഒരു എക്സ്പീരിയൻസ്? അതെന്താ അടിപൊളിയാണ്. പറഞ്ഞ പോലെ തന്നെ. അപ്പൊ 3ാമത് അതെടുത്ത് ഇവിടെ നോക്ക് പിന്നെ 2 കൂടെ ഉണ്ട്. പിന്നെ അപ്പോൾ 8 മാസം മുന്നെയാണ് നമ്മൾ കലീലിന്റെ കല്യാണം, വക്കീലിന്റെ കല്യാണം. എന്താണ് ഇപ്പോൾ ആ കല്യാണത്തിൽ നിന്ന് ഈ ഒരു കല്യാണത്തിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ തിയേറ്ററിന്റെ ഒരു അപ്ഡേഷൻ എന്തായിരുന്നു? അത് പറയാനല്ലോ, എപ്പോഴും പറയണ പോലെ അടിപൊളിയല്ല, നമുക്ക് കംഫർട്ട് സോണാണ്. വേറൊരു ഓപ്ഷൻ ഇല്ല. കല്യാണം എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടൊന്നും നമ്മൾ ഈ വ്ളോഗ് പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് 2 പ്രാവശ്യം ഉപയോഗിച്ചു. അപ്പൊ ഹാപ്പിയാണ് അല്ലേ? ഓക്കെ എന്നാ ശരി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ 8 മാസം മുന്നേ എടുത്ത പുതിയാപ്പിളയാണ്. അതിൻ്റെ ഒരു 4 കൊല്ലം മുന്നേ അല്ലേ, 5 വർഷമായിട്ടുണ്ടാവും. 5 വർഷം മുന്നേ എടുത്തത് ഏട്ടനന്മാരാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത സമയത്ത് എനിക്ക് കലീലാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്. ജൂലൈ 26 ഓഗസ്റ്റ് 8 തീയതി അനിയൻ്റെ അഖിലിൻ്റെ കല്യാണം ഉണ്ട്, എന്താ ചെറുക്ക ഒഴിവുണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും 26 തീയതി രക്ഷയില്ല. കാരണം 26 തീയതി ഞാൻ ഓൾറെഡി നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിൽ ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയാണ് 8 തീയതി ഞാൻ വരും എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ വരണം. അതിൽ പിന്നെ വേറെ അപ്പീലില്ല. അപ്പോൾ അതേപോലെ ഒരു വാക്ക് ഞാൻ 26 തീയതി ആൾക്ക് കൊടുത്തു. അത് തൃശ്ശൂരായിരുന്നു. അത് കുറച്ച് യൂണിറ്റൊക്കെ കുറച്ച് അധികമുള്ള കുറച്ച് വർക്ക് ചെയ്തു, അത് ഹെലിക്യാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് തന്നെ പറഞ്ഞു ഞാൻ 26 തീയതി എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് തരണം. പക്ഷേ നിങ്ങൾ അന്ന് വന്ന ആളൊക്കെ ഓക്കെ അല്ലേ, ഞങ്ങൾ ഫോട്ടോയിൽ വന്ന ആൾ സെറ്റല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ഇന്ന് കല്യാണം 8 മാസം മുന്നേ ഞാൻ എനിക്ക് ഒരു വീഡിയോ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ തന്നത്. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആയിക്കോട്ടെ. അപ്പോൾ എന്താണ് ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയ സമയത്തുള്ള ഒരു ഔട്ട്പുട്ട്? ഒറ്റ വാക്കിന് പറയുകയാണെങ്കിൽ ലൈക്ക് എക്സലന്റ്. അതിലൊന്നും വേറൊരു വാക്കിന് പറയാനില്ല. അതാണ് നമ്മൾ പിന്നെ വീണ്ടും നിങ്ങളെ തന്നെ വിളിക്കണത്. 2 ഘടകമുണ്ട്. ഒന്ന് വർക്ക് നന്നാവണം, ഒന്ന് പിന്നെ നമ്മളുടെ അവിടുത്തെ ഒരു സംഭവം സർവീസും കൂടെ അല്ലേ. അപ്പോൾ ആ 2 കാര്യത്തിലും നിങ്ങൾ ക്യാപിറ്റൽ തിയേറ്ററിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഹാപ്പിയാണ്? ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്താ നബീൽ എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് അന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പറയുമ്പോൾ ഒരു ആവർത്തന ദിവസം ഉണ്ടാവും അല്ലേ? കാരണം 8 മാസം മുന്നേ നമ്മൾ പറഞ്ഞു. അന്ന് അതേമാതിരി 11ഓളം കപ്പിൾസ് നിരത്തി നിർത്തിയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഇനി എന്താ നബീൽ എന്താ പറയണ്ടേ? എന്താ പറയണേ, അറിയാലോ നിങ്ങളെ വർക്ക് എപ്പോഴും എക്സ്ട്രാ ഓർഡിനറി ആണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സംശയമില്ല.
അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഓരോ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിളിക്കാം. ഇനിയിപ്പോൾ ഞങ്ങളെ വീട്ടിലത്തെ കഴിഞ്ഞു നമ്മളെ റിലേറ്റീവ്സ് ഇനിയും ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നേരെ അപ്രോച്ച് ഞങ്ങളെ തന്നെ അയക്കുക. കാരണം എല്ലാ അത്രയും മീൻസ് അത്രയും ഇതാണ് നിങ്ങളെ കണക്റ്റഡ് ആണ് ഫാമിലിയായിട്ട്. അപ്പോൾ അതിന് ആ സർവീസാണ് മെയിനായിട്ട്. നിങ്ങളായാലും നിങ്ങളൊപ്പമുള്ളവരാണെങ്കിലും നിങ്ങൾ മാത്രമായിട്ട് കാര്യമില്ല, ഒപ്പമുള്ള ആൾക്കാരനുസരിച്ച് നിൽക്കണം, എന്നാലുള്ളത് ശരിയാകാം. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ 26 നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബട്ട് നിങ്ങൾ വിട്ട ആള് എത്രത്തോളം നൈസായിരുന്നു എന്നുള്ളത് നമുക്ക് അന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടോ. ഇല്ലെങ്കിൽ കാരണം ടീം തന്നെയാണ്. അപ്പോൾ ഓക്കെ അതിന്റെ ജസീർ ഖാനെ കിട്ടിയില്ല. കാരണം ഓലാരും അറിയില്ലല്ലോ. ഇല്ല നിങ്ങൾ വിട്ട ആളല്ലേ കാണുന്നത്. ജസീർ ഖാനെ കിട്ടിയില്ലേ. അപ്പൊ വേറെ ടീം മൊത്തം മാറിയൊന്നും എത്തിയിട്ടുണ്ടാവും. ജസീർ ഖാനെ ആൾ തന്നെയാണ്. പിന്നെ അത്രയും അർജന്റ് പരിപാടി നമ്മൾ ആദ്യം പറഞ്ഞു. പക്ഷെ അതിനോട് ഒപ്പം തന്നെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നമ്മൾ ഉറപ്പ് തന്നിരുന്നത്. അതേപോലെ തന്നെ കിട്ടും ചെയ്തു. ഔട്ട്പുട്ട് അതിനനുസരിച്ച് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങളെ കൂടെ ഉള്ള ആൾക്കാർ അത്രയും നൈസാകും. നിങ്ങൾ മാത്രം നൈസായിട്ടും കാര്യമില്ല, എല്ലാവരും ടീമായിട്ട് ഒരേപോലെ കോർഡിനേറ്റ് ചെയ്താലാണ് കാര്യം. അപ്പോൾ നിങ്ങളന്ന് ഇല്ലാതിരുന്നിട്ട് പോലും നമുക്ക് ആ ഒരു ഫോട്ടോസിൻ്റെ കേസിലോ അല്ലെങ്കിൽ ആളുടെ ഫോട്ടോഗ്രാഫറിൻ്റെ കേസിൽ നമുക്കൊരു ആശങ്ക വന്നിട്ടില്ല. അത് കാരണം ടീം അത്രയും അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ തിയേറ്റർ. അപ്പോൾ ഇതേപോലെ കല്യാണങ്ങളുടെ ലൈഫ് 29 വർഷമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 13 വർഷമായിട്ട് ഇവരുടെ ഫാമിലിയിൽ ഞാനുണ്ട്. ഇതേപോലെ ഒരുപാട് ഫാമിലികൾ നമുക്ക് ഇനി വരാനുണ്ട്. ഇതേപോലെ കുറേ ഫാമിലികൾ നമ്മൾ ആൾറെഡി നമ്മൾക്കുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ തിയേറ്ററിൽ നിങ്ങൾ ധൈര്യമായിട്ട് തീർച്ചയായിട്ടും ഇനി ഒരുപാട് ഫാമിലീസുകൾ വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ തിയേറ്ററിനെ ധൈര്യമായിട്ട് വർക്ക് ഏൽപ്പിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.